മലപ്പുറം ജില്ലയിലെ കാടപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന അൽ-ഫലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ഡയാലിസിസ് സെൻ്ററിലേക്കാണ്. പാണക്കാട് പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിൽ അവരുടെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള KMCCക്ക് കീഴിൽ നടത്തപ്പെടുന്ന ഒരു ഡയാലിസിസ് സെൻ്ററിലേക്കാണ് കുട്ടികളുമായിട്ട് പോകുന്നത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇല്ല, മറിച്ച് സ്കൂളിലെ JRC സ്റ്റുഡൻസ് ആണ്, ജൂനിയർ റെഡ് ക്രോസ് സ്റ്റുഡൻസ് ആണ്. അവരുമായിട്ടാണ് പോകുന്നത്. ഡയാലിസിസ് സെൻ്ററിലേക്കായതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധമാണ്. പാവപ്പെട്ട രോഗികളുടെ വലിയൊരു ആശ്രയ കേന്ദ്രം തന്നെയാണിത്. ഷെയ്ഡ് പൂക്കോയത്തങ്ങൾ എന്ന പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. കുട്ടികളൊക്കെ ലൈനായിട്ട് നിർത്തി മാസ്കൊക്കെ എല്ലാവരും ധരിച്ച് അതിൻ്റെ അച്ചടക്കത്തോടു കൂടെ തന്നെയാണ് ഹാളിലേക്ക് കയറുന്നത്. മെയിനായിട്ട് കാരണം ഫുഡിൽ വരും, പിന്നെ കുറെ കാലമായിട്ട് പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന, കുറെ കാലമായിട്ട് ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ കിഡ്നി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സൂചി റെഡ് ലൈനിൽ കൂടി ഇങ്ങനെ ബ്ലഡ് എടുത്തിട്ട് ഇതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് ഡയലൈസർ എന്ന് പറയുന്നത്. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഇത് രണ്ടും ബൈകാർബോ ആസിഡും. എന്നിട്ട് ഇത് ഒരു ഡയലൈസേറ്റ് എന്ന് പറയുന്ന മിശ്രിതം ഇതിൽ കയറി ബ്ലഡെല്ലാം ക്ലിയർ ആയതിനു ശേഷം ഈ റെഡ് ഭാഗത്ത് കൂടിയാണ് ഒരു വേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതായത് ഡ്രെയിനായിട്ട് തിരിച്ചു പോകുന്നത്. ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷം ഈ ബ്ലൂ ലൈനിൽ കൂടി തിരിച്ച് ഇതിൽ തന്നെ ഒരേ സമയം നമുക്ക് ഇതിൽ കൂടി തിരിച്ച് കയറ്റാനും പറ്റും. ഞാൻ 2 സൂചി നോക്കും. ആ വെയിറ്റ് പോകുമ്പോഴേക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു വെയിറ്റ് ടാർജറ്റ് വെയിറ്റ് എന്ന് പറയും. ആ വെയിറ്റിൽ ഇവർ സ്റ്റേബിൾ ആയിരിക്കും. ഡെയിലി ചെയ്യണം. ഡെയിലി അല്ല, ആഴ്ചയിൽ 3 തവണ. അതുപോലെ സ്മോക്കിംഗ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ, പെപ്സി, 7up അങ്ങനത്തെ കുടിക്കില്ലേ, അതൊക്കെ അതിനാണ് എൻഡ് സ്റ്റേജ് എന്ന് പറയാം. ആ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും. കാലിൽ നീര്, ഫേസിൽ നീര്, പിന്നെ മൂത്രത്തിലൊക്കെ പത ഉണ്ടാവും. അതേപോലെ മൂത്രത്തിൽ ഇതൊക്കെ വരും, ആൽബുമിൻ സംഭവങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെയൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഡോക്ടറെ കാണിക്കുമല്ലോ. അപ്പോഴേക്കും ചെക്ക് ചെയ്യുമ്പോഴേക്കും അറിയാണ്ട് പെട്ടെന്ന് വരുന്ന ഒരു അസുഖമല്ല, ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നതും ഉണ്ട്, പിന്നെ കുറെ അങ്ങനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് വേറെ ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ ചെയ്യാൻ 2000 രൂപേൻ്റെ അടുത്തൊക്കെ വരും. കാരണം ഇതിനൊക്കെ മെഡിസിനൊക്കെ പൈസയും ഒക്കെ വരും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ്. ഇത് MS എന്ന് പറഞ്ഞു, നോർമൽ സലൈൻ, ചെറിയ രീതിയിൽ ഒരു ഉപ്പിട്ടൊരു വെള്ളമാണ്. ഈ രോഗികളൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇവരുടെ രോഗം മാറണമെന്നുണ്ടെങ്കിൽ അവരുടെ കിഡ്നി മാറ്റിവെക്കണം. അതിന് ഒരുപാട് ലക്ഷങ്ങൾ അതിന് ചിലവാകുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ മരണം വരെ ഈ ഡയാലിസിസ് തുടർന്നുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ അതിനൊരു താങ്ങും തണലാണ് ഈ ഒരു ഷെയ്ഡ് സെൻറ്റർ എന്നുള്ളത്. പുറത്ത് 2000-ഓളം രൂപ വരുമ്പോൾ ഇവിടെ കേവലം ഒരു ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ സംഘടനയെയും അതുപോലെ തന്നെ ഈ രോഗികളൊക്കെ നമ്മൾ കാര്യമായിട്ട് സഹായിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ ഷെയ്ഡ് എന്ന് പറയുന്ന ഈ ഡയാലിസിസ് സെന്റർ സന്ദർശിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇവിടേക്ക് വന്നപ്പോഴും നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫും മറ്റൊക്കെ ശരിക്കും അവതരിപ്പിച്ചു തന്നു. നമ്മുടെ കുട്ടികളെയൊക്കെ നിർബന്ധമായിട്ടും കാണിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഡയാലിസിസ് സെൻറ്റർ. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെ തടയാൻ ഒരു പരിധി വരെ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സെഷന് അവസാനം ഞാൻ വൈൻഡപ്പ് ചെയ്തു. അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി പ്രത്യേകം നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ചെറിയൊരു പ്രാർത്ഥന കൂടി നമ്മൾ നടത്തുകയുണ്ടായി. പിഞ്ചുകുട്ടികൾ ആമയും പറയുന്നതല്ലേ, അവർക്ക് ആ പ്രാർത്ഥന കൊണ്ടെങ്കിലും അല്പം സമാധാനം കിട്ടട്ടെ എന്ന് തോന്നിയത് കൊണ്ടാണ് അത്തരം ചെറിയൊരു ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചത്. ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ രോഗം ബാധിച്ചവർക്ക് ക്ഷമ അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ പഠിച്ചവരാണ്. രോഗം ബാധിച്ച് അത് ക്ഷമയോടുകൂടി നമ്മൾ അതിനെ സ്വീകരിച്ചാൽ നാളെ റബ്ബിന്റെ അടുക്കല് സ്വർഗത്തില് വലിയ സ്ഥാനം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്.
വേദന കടിച്ചു മുറുക്കി ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലൂടെ കഴിയുന്ന അവിടുത്തെ രോഗികൾക്ക് ഞങ്ങളുടെ സന്ദർശനം ഒരല്പമെങ്കിലും ആശ്വാസം നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതാണ്. അള്ളാഹു അവരുടെ രോഗങ്ങളെ ഷിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.